ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗ്രാമറിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അതായത് മോഡൽസ്, മാർജിനൽ മോഡൽസ്, സെമി മോഡൽസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 3 ചെറിയ വാക്കുകൾ. ഒരെണ്ണം ആൻ, ദ. ഈ 3 വാക്കുകളെ ഒന്നിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ആർട്ടിക്കിൾ. ARTICLE, ആർട്ടിക്കിൾ. ചില ഗ്രാമർ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കാണും, എ ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഷനാണ്. അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ ഡിറ്റർമിനർ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അതൊരു പേരാണ് കണക്കാക്കുക. കാരണം ഡിറ്റർമിനേഷനെ പറ്റി നമ്മൾ വേറെ കുറേ ക്ലാസ്സുകൾ എടുക്കും. എന്നാലും ഞാൻ അതേപ്പറ്റി കൂടുതൽ പറയും. ഇപ്പോൾ ആൻ അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നാണ്. ഒന്ന് എന്നുള്ള അർത്ഥം സാധാരണ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഇത് അത്ര ഉപയോഗിക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷിയെ കണ്ടു, ഞാൻ ഒരു പക്ഷിയെ കണ്ടു നമ്മൾ പറയത്തില്ല, അത് സാധാരണ പറയത്തില്ല. അതേസമയം ഇംഗ്ലീഷിലാണെങ്കിൽ ഐ സോ എ ബേർഡ് എന്ന് പറയണം. എന്ന് വെച്ചാൽ ഒരു നൗൺ, നാമം, അത് സിംഗുലർ ആയിരിക്കണം, എണ്ണാവുന്നതായിരിക്കണം. കൗണ്ടബിൾ സിംഗുലർ നൗൺസ്. 2 കണ്ടീഷനുണ്ട്. എണ്ണാവുന്ന നാമങ്ങളായിരിക്കണം. ഉദാഹരണം പെൻ, എണ്ണാം. അതേസമയം ഷുഗർ എണ്ണാൻ പറ്റിയില്ല. ഐ ഹാവ് എ ഷുഗർ എന്ന് പറയാൻ പറ്റിയില്ല, ഷുഗർ എണ്ണത്തില്ല. അതുപോലെ ഐ ഹാവ് എ വാട്ടർ അങ്ങനെയും പറയത്തില്ല. പക്ഷെ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയും. കാരണം ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. കാരണം ഗ്ലാസ് എണ്ണാവുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം. ആൻ രണ്ടിൻ്റെ അർത്ഥം ഒരു. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കൗണ്ടബിൾ എണ്ണാവുന്ന, അതുപോലെ തന്നെ സിംഗുലർ ഒറ്റ നൗൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒന്നിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. അതാണ് ദിസ് ഈസ് എ ബോൾ. ദിസ് ഈസ് ബോൾ എന്നല്ല പറയുന്നത്, ദിസ് ഈസ് എ ബോൾ. ദാറ്റ് ഈസ് എ പെൻ. ഐ സോ എ ബോയ്. ഹി ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡാൻസർ. ഇതെല്ലാം എണ്ണാവുന്നതല്ലേ. അതുപോലെ എ ആൻ, അതും ആൻ തമ്മിലുള്ള വ്യത്യാസം. എ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിലാണ്. കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വൗവൽസ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വൗവൽ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പറയുന്ന സ്വരാക്ഷരങ്ങൾ, ആ മുതൽ അം വരെ സ്വരാക്ഷരങ്ങളല്ലേ. ആ ആ ഇ ഇ ഉ ഉ അങ്ങനെ സ്വരാക്ഷരങ്ങളിൽ അല്ലെങ്കിൽ സ്വര ശബ്ദം, ആ വൗവൽ സൗണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ. വൗവൽ, VOWEL, വൗവൽ സൗണ്ട് അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ ആൻ ഉപയോഗിക്കണം. അതാണ് ദിസ് ഈസ് എ ഓറഞ്ച് എന്നല്ല, ദിസ് ഈസ് ആൻ ഓറഞ്ച്. ഓ സ്വരം. ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. ദാറ്റ് ഈസ് എ ആപ്പിൾ എന്നല്ല, ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. എന്നുള്ള ശബ്ദമാണ്, അത് സ്വരമാണ്. ഇറ്റ് ഈസ് ആൻ ഈഗിൾ. ഇറ്റ് ഈസ് എ ഈഗിൾ എന്നല്ല, ഇറ്റ് ഈസ് ആൻ ഈഗിൾ. അതുപോലെ ദാറ്റ് ഈസ് ആൻ ഇങ്ക് പോട്ട്. ഈ ശബ്ദം, ആ ശബ്ദം സ്വരം. ദിസ് ഈസ് ആൻ അംബ്രല്ല. ആ സ്വരം അല്ലേ, അതാണ്. അപ്പം ഇതിനെപ്പറ്റി മൊത്തം അറിയാൻ പറ്റുന്നുള്ളൂ. ഇംഗ്ലീഷിൽ എണ്ണാവുന്ന ഒറ്റ സിംഗിൾ നൗൺസിൻ്റെ നാമങ്ങളുടെ തൊട്ട് മുമ്പ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. എവിടെയാണ് എ ഉപയോഗിക്കുന്നത്? കോൺസണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പ്.
കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വവൽസ് അല്ലാത്തത്. വ്യഞ്ജനം എന്ന് നമ്മൾ പറയില്ല, അത് അതൊക്കെ ക ച ട ത പ ശ ഷ ര ല വ സ ഹ ഇതൊക്കെ നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ സ്വരം ഇപ്പോൾ ഉദാഹരണം ബ ബി ബോൾ ഉണ്ടോ, പ പ പെൻ, ബ ബോ ബ ബോയ്, ഡി ഡോ ഡോക്ടർ ഉണ്ടോ, ഡാൻസർ. അതുപോലെ സ്വരശബ്ദങ്ങളാണെങ്കിൽ സ്വരശബ്ദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ അതിന് മുമ്പ് ആൻ ഉപയോഗിക്കണം. ഈ സത്യം പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, നമ്മൾ പറയാം ദിസ് ഈസ് എ ഓറഞ്ച്, അങ്ങനെ പറയുന്നതാണ് എളുപ്പം. ദിസ് ഈസ് ആൻ ഓറഞ്ച്. അതാ പറയുന്നതിന് എളുപ്പമുണ്ട്. ഇറ്റ്സ് ആൻ ആപ്പിൾ, ഇറ്റ് ഈസ് എ ആപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആപ്പിൾ, ഇറ്റ്സ് ആൻ ഈഗിൾ, ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ട്, ദിസ് ഈസ് എ അംബ്രല്ല ഓർ ദാറ്റ് ഈസ് എൻ അംബ്രല്ല. മൂന്ന് കാര്യം. ഒന്ന്, ഇംഗ്ലീഷിൽ കൗണ്ടബിൾ സിംഗുലർ നൗൺസ് ആണെങ്കിൽ അതിന് മുമ്പ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. എ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പ്, ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ട്സിൻ്റെ വവൽ സൗണ്ട്സ് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പ്. അപ്പം നമ്മൾ മിക്കവാറും കണ്ടു കാണും എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറയാല്ലേ യു യൂണിവേഴ്സിറ്റി നല്ലത് പറയുന്നത് യു യാ യു യാന്നാ, അത് കോൺസണന്റ് സൗണ്ടാണ്. അതുപോലെ വൺ ഐഡ് ആൻ വൺ ഐഡ് എന്നല്ല, എ വൺ ഐഡ്, എ യൂണിവേഴ്സിറ്റി, എ ഇയർ, വൈ ഇ എ ആർ, എ ഇയർ. മനസ്സിലായി കാര്യം എന്താണെന്ന് അറിയാത്, തുടങ്ങുന്നത് എൻ്റെ ശബ്ദമാണ് നോക്കുന്നത്, ലെറ്റർ അല്ല. സാധാരണ ഇത് പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ പറഞ്ഞാലും എ ഇ ഐ ഒ യു തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ ആൻ ഉപയോഗിക്കാമെന്ന് പറയും. പക്ഷെ അത് ശരിയല്ല. കാരണം എ യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, ആൻ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുന്നത്. ഇപ്പം ഒരു സത്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് വവൽ ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ആണ്. ഇംഗ്ലീഷിൽ 20 വവൽ സൗണ്ട്സ് ഉണ്ട്, 20 വവൽ സൗണ്ട്സ്, 12 പ്യുവർ വവൽ സൗണ്ട്സും 8 ഡിഫ്തോങ്സും. ഡിഫ്തോങ് 2 വവൽസ് ഒന്നിച്ച് ചെയ്യുന്നു. അതേപ്പറ്റി കൂടുതൽ നമുക്ക് പിന്നെ പറയാം. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫൊണറ്റിക്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, അതെടുത്ത് നോക്കുമ്പോൾ അതറിയാം. അല്ലെങ്കിൽ പിന്നീട് തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബൈ.